ആദ്യം തന്നെ പരാതി കൊടുത്തുകൊണ്ട് ഓംബുഡ്സ്മാനിൽ പോയി കേസ് കൊടുക്കലാ? അല്ല, അത് ശരിയല്ല എന്നിടത്ത് ഞാൻ നിൽക്കണം. 100% ഞാൻ അവിടെയാണ്. വേറൊരു കാര്യമല്ലേ, നിങ്ങൾ ചോദിച്ചാലും ഇല്ലല്ലോ. പിന്നെ ഇവിടെ MLA ഇടപെട്ടോ? ആരാസ്കർ? ഇനി അവിടെ നോക്കണ്ടേ? ഒരു ചെറിയ ആദ്യമായി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തി, അത് MLA, ഇത് ചെറിയ അവിടെയും വടിയും കൂളിട്ട് കളിച്ചേണ്ട കാര്യമല്ലത്. ഞാൻ പറയട്ടെ, കേരള രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരെ കൂട്ടത്തില് ഒരു 5-6 ആൾക്കാരെടുത്താൽ അതില് പ്രധാനിയാണ് നമ്മൾ MLA. എന്നിട്ട് പറ്റൂലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വന്നിട്ട് കയറി ചെല്ലണം. എവിടെ വേണ്ടി വെച്ചാല് നടക്കണം എന്നറിയണം. 26 പ്രാവശ്യം വാണിയമ്പലത്തെ ഗേറ്റ് അടക്കും. എന്ന് നടക്കും എന്ന് പറഞ്ഞിട്ടാ? അതിപ്പോ ഈ രൂപത്തിലാണെങ്കിൽ നടക്കൂലെന്ന്. നടത്തണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഇതിലെത്തിനെ രാഷ്ട്രീയം പറയുന്നത്? ഞാൻ VA തങ്ങൾ ലീഗുകാരനാണ്. ഞാൻ STUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ലീഗ് നിലയപ്പുറം ഞാനൊരു തൊഴിലാളി സംഘടന. ഒരു MLA നിലയ്ക്ക് ഇയാൾ ഒരുപാട് പ്രാപ്തനാണ്, കഴിവില്ലോനാണ്, വളരെ ശേഷിയില്ലോനാണ്, യാതൊരു സംശയമല്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാല് പിന്നെ തെങ്ങിനും കൗകിനും ഒരേ തളപ്പിടരുത്. എത്തണം. 100% ഉണ്ട്. ലീഗിലിപ്പോ ഞാൻ ലീഗല്ലേ, ഞാൻ തൈ വെട്ടി തുറന്ന് കാര്യം പറഞ്ഞേക്കണ്. ഇതാരും കണ്ടുകൂടായിട്ടാണോ? ഈ ഡയാലിസിസിന്റെ അടക്കമുള്ള വിഷയങ്ങളിൽ ഈ ഒരു പരാതി പോയിട്ടുണ്ട് നിങ്ങളെ ലീഗ് അംഗം കൂടിയായ ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ. അതില് കേസുണ്ട്, എല്ലാവരും കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ആ പരാതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ആ പരാതിയിലെ പ്രധാന പ്രശ്നം എന്താ? വികസന കാര്യത്തിൽ എല്ലാ മെമ്പർമാരെയും കൂട്ടിപ്പിടിച്ച് പോകാൻ പ്രസിഡന്റ് അസ്കറിന് കജ്ജണില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് പരാതി ഉണ്ട്. എന്താ പരാതി? ഓംബുഡ്സ്മാന് പരാതി. ഈ പരാതിക്കാരൻ ആരാദ്യം കാണണ്ടേ? വണ്ടൂർ പിന്നെ ഈ പറയുന്ന ആശുപത്രിന്റെ പിന്നെ താലൂക്ക് ആശുപത്രിന്റെ അദ്ദേഹം പ്രസിഡന്റ് ആകുന്ന സമയത്ത് ചെയർമാൻ ആയിക്കൊണ്ട് ഒരുപാട് സഹായം ചെയ്ത, ഡയാലിസുമായി ബന്ധപ്പെട്ട സഹായം ചെയ്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് NA മുബാറക്ക്. നമുക്ക് സംശയമല്ല, തർക്കമല്ല. ആ NA മുബാറക്ക് ഈ പറയുന്ന പരാതിയിൽ അദ്ദേഹത്തിന്റെ പരാതി എന്താ? പിന്നെ ആദ്യം തന്നെ മൂപ്പര് പറയാ, ആരോട് ചർച്ച ചെയ്യണില്ല, മൂപ്പര് അറിയണില്ല, ഞങ്ങൾ അറിയണില്ല എന്നാ. ഞാൻ ചോദിക്കട്ടെ, NA മുബാറക്ക് 30ാമത്തെ ആളായി ഒപ്പിട്ട് വികസന സെമിനാറും അതേപോലെ തന്നെ പദ്ധതി ചർച്ചയുമായി ബന്ധപ്പെട്ട അന്നത്തെ മിനിറ്റ്സ് പരിശോധിക്ക്. അതിലെ 30ാമത്തെ ആള് NA മുബാറക്കാ. അതേപോലെ തന്നെ ഇന്ന് വരെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇതുവരെയുള്ള എല്ലാ മീറ്റിങ്ങിലും മൂപ്പര് ഇരിക്കണേ. ചിലപ്പോൾ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൽ ഏതെങ്കിലും ഒരു വിയോജനം NA മുബാറക്ക് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടില്ല. പരാതി പുറത്താണ്, ഔത്തില്ല. എന്നിട്ട് പരാതി കൊടുക്കണ ആദ്യം പരാതി കൊടുക്കുന്നത് DPCക്കാണ്. DPCയിൽ മൂപ്പർ ഒരു 3-4 പോയിന്റ് പറഞ്ഞു. ആ പോയിന്റ് മുഴുവനായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കൃത്യമായിട്ട് രേഖാമൂലം DPCക്ക് അപ്രൂവലിന് വേണ്ടി അനുവദിക്കുന്ന സമയത്ത് ഈ പരാതിക്കനുസരിച്ചുള്ള എല്ലാ മറുപടിയും കൊടുത്തു. അതിലൊക്കെ ഇയാൾ പങ്കെടുത്തിക്കണ്. നടപടിക്രമങ്ങളുണ്ട് ഇതിന്. ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് മുഴുവൻ പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതിക്ക് അപ്രൂവൽ കിട്ടിയത്, അംഗീകാരം വാങ്ങിയത്. അപ്പൊ അതുകൊണ്ട് DPC ചെയർമാൻ ഉൾപ്പെടെ ആ അംഗങ്ങൾ മുഴുവനായി തീരുമാനിച്ചു. അത് പരാതി തള്ളിയിട്ട് അപ്രൂവൽ കൊടുത്തു. ഈ പരാതിയിൽ അപ്രൂവൽ കൊടുത്തപ്പോൾ രണ്ടാമത്തെ ഭാഗം എന്താ മൂപ്പര് ചെയ്യുന്നത്? ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്തു. ജില്ലാ കലക്ടർ ഇതേപോലെ ഇത് പരിശോധിച്ചു, പൂർണ്ണമായി എല്ലാ രേഖയും ഹാജരാക്കി, അയാളും അപ്രൂവൽ കൊടുത്തു. ഇപ്പൊ ആ പരാതി എവിടെ നിൽക്കണ്? ഓംബുഡ്സ്മാന്റെ അടുത്താ. ഈ ഓംബുഡ്സ്മാന്റെ അടുത്ത് നിൽക്കുന്ന പരാതിയിൽ ഓംബുഡ്സ്മാൻ ഇത് കേൾക്കാൻ വേണ്ടി 2 സിറ്റിംഗ് നടത്തി. ആ 2 സിറ്റിങ്ങിലും മൂപ്പര് ഹാജരായി. ഒരു പ്രാവശ്യം സെക്രട്ടറി ഹാജരായാലും നോട്ടീസ് ഇട്ടാത്തതുകൊണ്ട് ഇപ്പൊ 2ാമത്തെ സിറ്റിംഗ് കഴിഞ്ഞ് ഇനി അടുത്തൊരു സിറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ പാർട്ടി തലത്തിൽ വരികയും എല്ലാ ആളുകളും ഇതിൽ വളരെ ശക്തമായി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ശക്തമായി പാർട്ടി കാര്യങ്ങൾ ഇടപെട്ടപ്പോൾ ഉണ്ടായത് എന്താ? അവിടെ വന്നത് ഇനി ഈ കാര്യത്തിൽ പരാതി ഇല്ല, ഈ കാര്യത്തിൽ എനിക്കെല്ലാം ബോധ്യപ്പെട്ടു. ആ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട വെച്ച് ചർച്ച ചെയ്യാൻ ബോർഡ് വിളിച്ചു. ആ ബോർഡിനകത്ത് ഇദ്ദേഹം അടക്കം ഒപ്പിട്ടിട്ട് പരാതിയില്ല, ഐക്യകണ്ഠ്യേന പരാതിയില്ലാന്ന് തീരുമാനിച്ചു. എന്നിട്ട് ആ ബോർഡിൽ മൂപ്പര് ഒന്നും കൂടി പറഞ്ഞു, ഞാൻ ഈ പരാതി പിൻവലിക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ കക്ഷി ചേരാൻ തീരുമാനിക്കുക. ബോർഡ് മൊത്തം ഇയാളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ കക്ഷി ചേരാൻ തീരുമാനിച്ചു. ഓംബുഡ്സ്മാന് നേരിട്ട് ഹാജരാകാൻ തീരുമാനിക്കുക. അത് വേണ്ട, എനിക്ക് പരാതിയില്ല, ഞാനത് തീർന്നു എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ഇതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്, എല്ലാവരും ഇടപെട്ടക്കും പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. അതുകൊണ്ട് ഓംബുഡ്സ്മാനിൽ ഞാൻ പരാതി പിൻവലിക്കും എന്ന് പറഞ്ഞു. ഓംബുഡ്സിന്റെ ഒരു നിയമമുണ്ട്, ഓംബുഡ്സ്മാന്
ഒരു ജഡ്ജി പിന്നെ ഒരു ഹൈക്കോടതി ജഡ്ജിന്റെ അതേ കാറ്റഗറി വരുന്ന ഈ പറയുന്ന ഓംബുഡ്സ്മാൻ ഇത് കേട്ടിട്ട് മൂപ്പരടുത്ത് പോയി കണ്ടിച്ച് പരാതി ഇല്ലാതെ വരൂല. അതിന് പ്രൊസീജിയറും നടപടികളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള വിഷയപ്രകടനങ്ങൾ ഈ പദ്ധതി അവസാന ഇലക്ഷൻ ഇയർ ആണ്. ഒരു 4-5 മാസം കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ പദ്ധതി ഈ പരാതിന്റെ പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, അതായത് ഈ പറയുന്ന പിന്നെ നമ്മൾ ഡയാലിസ് സെന്ററിന്റെ 1 കോടി റുപ്യ ഡയാലിസ് സെന്ററിന്റെ ഉണ്ട് അവിടെ. അത് ഈ പരാതിയോടുകൂടി നിൽക്കുകയാണ്. രണ്ടാമത്തത് 2 കോടി റുപ്യ ഇവിടുത്തെ പിന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുക. IMI പദ്ധതി അല്ല, അപ്പൊ അതേപോലെ തന്നെ പിന്നെ ഈ പിന്നെ EMS പദ്ധതി ഒക്കെ ഉണ്ട്. ഭവന പദ്ധതി മുഴുവൻ 2 കോടി റുപ്യ. പിന്നെ അത് വന്നാൽ വേറൊരു പ്രശ്നം എന്താ പറയുക, ഇവിടുത്തെ ഭിന്നശേഷിക്കാരുണ്ട്. 1 കോടി റുപ്യ ഉണ്ടായിട്ട് 80 ലക്ഷത്തി ചില്ലാവ് റുപ്യ ഐറ്റങ്ങൾക്ക് അന്നം വാങ്ങാനുള്ള കായേ. ഇതൊക്കെ ഈ ഒരു പരാതിന്റെ പുറത്ത് നിൽക്കുകയാണ്. ഇത് എന്താ തോന്നിയ സാ, ഇതിന് കൃത്യമായ നടപടി വേണ്ടേ? ആരാ എൻ എ മുബാറക്ക്? DCC സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ UDF സംവിധാനം നന്നായി കൊണ്ടുപോകാൻ വേണ്ടി ഒരു കമ്മിറ്റി, കോൺഗ്രസിന്റെ അംഗം പ്രതിനിധി മൂപ്പരാണ്. അയാൾ പരാതിക്കാരനാവുമ്പോ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് പോയിട്ട് ഇത് അങ്ങനെ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതൊന്ന് ശ്രദ്ധിക്കുന്ന അറിഞ്ഞൂടെ? എന്നിട്ട് ഞാൻ പറയണ ആരും കേൾക്കണില്ല. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്ന് ഇടപെടി അറിഞ്ഞൂടെ? ആദ്യം തന്നെ പരാതി കൊടുത്തുകൊണ്ട് ഓംബുഡ്സ്മാനിൽ പോയി കേസ് കൊടുക്കല അല്ല. അത് ശരിയല്ല എന്നുള്ളടത്ത് ഞാൻ നിൽക്കണം. 100% ഞാൻ അവിടെയാണ്. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്താ, പിന്നെ ഇതിലാരാ ഒപ്പിട്ട്? UDF വണ്ടൂർ പിന്നെ നിയോജക മണ്ഡലം UDFന്റെ ജനറൽ കൺവീനർ KC കുഞ്ഞേമ് ഒപ്പിടണേ. വളരെ തെറ്റല്ലേ? എത്തപ്പതിലും ഇത് ഇപ്പൊ ഉച്ചക്ക് 10 പിന്നെ 4 മണിയാണ് അറിയാൻ എന്താ പേടിച്ചണ്? ഇത് സത്യല്ലേ? അപ്പൊ ഇവരൊക്കെ എന്താ കുതിര വിടുക? നാളെ പഞ്ചായത്തിലെ ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ ബാധിക്കുന്ന ഈ പ്രശ്നത്തില് പിന്നെ ഇടപെടണ്ടേ? ഇനി വേറൊരു കാര്യല്ലേ, നിങ്ങൾ ചോദിച്ചാലും ഇല്ലല്ലോ. പിന്നെ ഇവിടെ MLA ഇടപെട്ടോ? MLA ഇടപെട്ടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ആരാ? ചില്ലറക്കാരനെ നമ്മളെ MLA? പഴയ MLA പി അനിൽകുമാർ അല്ലപ്പോ. നിങ്ങൾക്കറിയോ ഇപ്പൊ നമ്മൾ പറയുന്ന പാർലമെന്റ് പാർട്ടി 7 നിയോജക മണ്ഡലങ്ങളുള്ള പ്രിയങ്ക ഗാന്ധിന്റെ, അതായത് ഗാന്ധി കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ആള് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന ആള് ആര്? ജനറൽ കൺവീനർ AP അനിൽകുമാർ MLA. അദ്ദേഹം എന്താ ഈ ചെറിയ കാര്യത്തിൽ അയാൾക്ക് ഇടപെടാൻ പാടില്ല? എന്താ ഞാൻ ചോദിക്കട്ടെ, എത്തപ്പോ ഇത് കജ്ജൂലാറിന് എന്തതിന് വിഷയം? അയാൾ പറഞ്ഞ പരാതി ശരിയാണ് വിചാരിക്കുക, അയാളെ കേട്ടില്ല, അല്ലെങ്കിൽ അയാളെ പരിഗണിക്കണില്ല. വികസന കാര്യത്തിൽ മൂപ്പര് കൊടുക്കണില്ല. ഒരു വാർഡ് മെമ്പർ എല്ലാവർക്കും ആവശ്യപ്പെടാം, അയാളെ ഡിവിഷനിൽ സ്ഥാനം കിട്ടില്ല. അതെന്താ MLA ഉത്തരവ്? അത് ശരിയല്ല കേട്ടോ. കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ അസ്കർ കേൾക്കൂല. ആരാ അസ്കർ? ഇനി അവിടെ നോക്കണ്ടേ? ഒരു ചെറിയ ആദ്യമായി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, പ്രായം കൊണ്ട് ഏറ്റവും ചെറിയ, ഇന്ന് വണ്ടൂർ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളോനാ. പരിചയവും ബന്ധമില്ലാത്ത ഒരാളേക്കാരം. കഴിഞ്ഞ ഈ മീറ്റിംഗ് ചർച്ച ചെയ്യുന്ന സമയത്ത് അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്, നോക്കി, ഞാനൊരു ചെറുക്കനല്ലേ, കുട്ടിയല്ലേ, ഇഞ്ചേക്കെന്ന് അങ്ങനെ അഭിപ്രായം പറ്റൂല, അറിയണില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കി എന്ന് പോലും ബോർഡിൽ പരസ്യമായി പറഞ്ഞില്ലേ? അതൊരു വലിയ മനസ്സല്ലേ? എന്നിട്ട് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഈ ഡയാലിസ് സെന്റർ നിൽക്കും. അതിനെതിരെ ശക്തമായ ആ രീതിയിൽ തന്നെ ഇടപെടൽ വേണം. അത് MLA ഇത് ചെറിയ അവിടെയും വടിയും കൂളിട്ട് കളിച്ചേണ്ട കാര്യമല്ലത്. ഇത് കൃത്യമായി പൊന്തക്കാട്ട് തല്ലരുത്, കുറ്റിക്ക തല്ലണപ്പോ. വളരെ ശക്തമായി ഈ കാര്യത്തിൽ വിളിച്ചു ചേർത്ത് ആവശ്യമായ നടപടി അതിനാവശ്യമായ രീതിയിൽ നടക്കണം. അല്ലെങ്കിൽ വികസനം ഒരടി നിൽക്കും. എന്ത് സംശയം? ഏറ്റവും നല്ല ഇന്ന് ഞാൻ പറയട്ടെ, കേരള രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരുടെ കൂട്ടത്തില് ഒരു 5-6 ആൾക്കാരെടുത്താൽ അതില് പ്രധാനിയാണ് നമ്മളെ MLA. ചില്ലറക്കാരനല്ല. അദ്ദേഹം വിളിച്ചു ചേർക്കണമെന്ന് വിളിച്ചിട്ട് ഞാൻ പറയട്ടെ, ആരെ വിളിക്കണമെന്ന് അറിയണത്? 15 മെമ്പർമാരെ വിളിക്കണം. ബ്ലോക്കിലെ 12 ആളെ വിളിക്കണം. 3 ആളാണ് പോട്ടെ, മറ്റോലാണ് വിചാരിക്കുക. ബാക്കി 12 ആളെ വിളിച്ചിരുത്തിയിട്ട് എന്താ പ്രശ്നം ഞങ്ങൾ അയാളെന്ന് വെച്ചൂടെ? നിങ്ങൾ എന്താ ഈ കാട്ടണെന്ന് വെച്ചൂടെ? അതൊക്കെ പറയാനും സഹകരിക്കാനും മൂപ്പർക്ക് കജ്ജണ്ടേ? നമ്മൾ എന്താ പൊതുകാര്യത്തിലാ? MLA അറിയുമ്പോൾ ആള് വളരെ ചെറിയതല്ല. നിങ്ങൾ നോക്കി, ഇപ്പൊ മിഞ്ഞാന്ന് നടന്നു, കലാരംഗത്ത് മുഴുവനായ ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് പാരിതോഷികം കൊടുത്തുകൊണ്ട് മൂപ്പര് ഓലെ ആദരിച്ച് ബഹുമാനിക്കുക, പ്രൊജക്ട് ചെയ്യാണ് മൂപ്പര്.
കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ തന്നെയാണ് ഇവിടെ ഈ ഹരിത കർമ്മസേന ഉണ്ട്, പച്ചപ്പാവത്തുങ്ങള് സാരി കൊടുക്കണ്, ബാക്കി കൊടുക്കണ്, എല്ലാ വികസനത്തിലും ഇടപെടുന്നത്, എല്ലാ കാര്യത്തിലും മൂപ്പരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വണ്ടൂരിലെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ ഒന്ന് വണ്ടൂർ അങ്ങാടിന്റെ വികസനം. ഞാൻ എനിക്ക് ഉത്തരവാദിത്തല്ലോനാ ആ പിന്നെ സമരത്തില്, അല്ലെങ്കിൽ അങ്ങനെ സമരം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എന്താ ഇതുവരെ? ഞാൻ ചോദിക്കട്ടെ, 5 കോടി റുപ്യ വികസനത്തിനും അങ്ങാടിന്റെ വികസനത്തിനും കൊടുത്തിട്ട് എന്താ തടസ്സം നോക്കണം? എന്നിട്ട് പറ്റൂലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒന്നോട് കയറി ചെല്ലണം, എവിടെ വേണ്ടി വെച്ചാല് നടക്കണം എന്നറിയണം. നിങ്ങൾക്കറിയോ വണ്ടൂര് വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റ് മേൽപ്പാലം നമ്മൾ ഗൗരവമായി കാണണമെന്ന്. ഇതാ 4 എമോ ട്രെയിൻ വരികയാണ്, കറണ്ടിനായപ്പോ 4 എമോ ട്രെയിൻ ഒരു കൂടി വരിക, 18 4 22 8 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ 26 പ്രാവശ്യം വാണിയമ്പലത്തെ ഗേറ്റ് അടക്കും. എന്ന് നടക്കും പറഞ്ഞിട്ടാ? അതിപ്പോ ഈ രൂപത്തിലാണെങ്കിൽ നടക്കൂലെന്ന്, നടത്തണ്ടേ? ഞാൻ ചോദിക്കണത്, ഇതിലെത്തിനെ രാഷ്ട്രീയം പറയുന്നത്? ഞാൻ VA തങ്ങൾ ലീഗുകാരനാണ്, ഞാൻ STUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ലീഗ് നില അപ്പുറം ഞാനൊരു തൊഴിലാളി സംഘടന പ്രതിനിധി നിലല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെട്ടി തുറന്ന കാര്യം പറയുന്നത്. ഇന്റെ പാർട്ടിന്റെ അഭിപ്രായം അത് അവിടെ പറയും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ വളരെ അടിയന്തരമായ ഇടപെടലുണ്ടാകണം, ഈ പ്രശ്നം തീർക്കണം. ഇന്നൊരു കാര്യങ്ങളോട് ഞാൻ പറയട്ടോ, വണ്ടൂരിന് കിട്ടാവുന്ന മാക്സിമം നല്ല മനുഷ്യൻ ഇയാൾ തന്നെയാണ്. ഒരു MLA നിലയ്ക്ക് ഇയാൾ ഒരുപാട് പ്രാപ്തനാണ്, കഴിവില്ലോനാണ്, വളരെ ശേഷിയില്ലോനാണ്, യാതൊരു സംശയമല്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാല് പിന്നെ തെങ്ങിനും കൗകിനും ഒരേ തളപ്പിടരുത്. രണ്ട് തളപ്പ് തന്നെ വേണം, 2 നീളം നല്ല വീതി ആയിക്കാരോ. അപ്പൊ ആ രീതിയിലേക്ക് MLA ഇതൊരു ഗൗരവമായ വിഷയമായി കണ്ട് അടിയന്തരമായി ഇടപെടണം. ഞാൻ പറയട്ടെ, മൂപ്പര് വിളിച്ചൊക്കെ നടക്കണമെന്നില്ല. 12 ആള് നിന്ന് തച്ചിട്ടാണ് പിരിഞ്ഞു, ആയിക്കോട്ടെ, ഇടപെട്ടു എന്ന് വന്നൂടെ? അപ്പൊ അവിടെ സൊല്യൂഷൻ വരൂലേ? അതല്ലേ ജനപ്രതിനിധി അറിയണ? അങ്ങനെ തന്നെയല്ലേ പ്രശ്നങ്ങൾ അറിയണ? അത് തന്നെയല്ലേ? ആ രീതിയിലേക്ക് ഇത് കൊണ്ടോളും. എന്താ സംശയം? വോട്ട് ചെയ്യണ ജനം പൊട്ടന്മാരാ? നിങ്ങൾക്കറിയോ, 5 ടേമില് അല്ല 5 പ്രാവശ്യം മത്സരിച്ചോനാ ഞാൻ. 5 പ്രാവശ്യം അറിയാതെ ഞാൻ ജയിച്ചു പോന്നു. നൂട്ടിക്കോളി ജയിച്ചു ഞാൻ. വോട്ടാണല്ലോ വലുത്. 2 വലുത് ആരാ ചെയ്യണച്ചാ 1ന്റെ മേലെ 2 തന്നെയാണ്. ഞാൻ ജയിച്ചു. 6ാമത്തെ പ്രാവശ്യം ഞാൻ തോറ്റു. വസ്തുത വിലയിരുത്തി നമ്മള്. ഞാൻ ഹൈദർലിയാക്കാനോട് ജയിച്ച ആളാ, വണ്ടൂർ ഹൈദർലിയാക്കാനോട്. പാരമ്പര്യ പരിചയമല്ലോ, അയാളോടൊക്കെ എനിക്ക് തോറ്റ ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ തോറ്റത് ആരോടാ? ഒരു ചെറിയ കുട്ടി, ഞാനടക്കം കഞ്ചുടിച്ചിട്ട് കൊണ്ടുനടന്നതിന് ഒരു ചെറിയ ചെറുക്കനടിച്ചെതിരെ നിന്നത്. ജനം വിലയിരുത്തി. ബന്നിലാറല്ല അയാളാണ്. അംഗീകരിച്ചണ്ടേ? അംഗീകരിച്ചല്ലോ. ഈ ജനം ഇതേപോലെ ആ രീതിയിൽ കണ്ടാൽ ഒരൊറ്റ UDFകാരനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവനോ ഇന്ന് ഈ രംഗത്ത് ആരായാലും വിലയിരുത്താൻ മെഷർമെന്റ് നടത്തും ജനം. ആ നടത്തിയിട്ട് കൂട്ടിക്കിച്ച് കിട്ടിയിട്ട് അവസാനത്തെ റിസൾട്ട് ഉണ്ട്, ഓരെന്നെ ജയിച്ചാൻ പറ്റുള്ളൂ. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം നിലനിൽക്ക് ഒരു ഹോം വർക്ക് ഇപ്പൊ തന്നെ ചെയ്താലേ UDFന് ശക്തമായ രീതിയിൽ ഇന്ന് പറഞ്ഞത് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അവിടേക്ക് എത്തണം. 100% ഉണ്ട്. ലീഗിന് ആശങ്ക ഇല്ലേ? ഉണ്ടാകണ്ടേ? ലീഗ് അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. ലീഗിലെ ഏറ്റവും വലിയ പ്രത്യേകത 75% കാരുണ്യം നടത്തണം, 25% പാർട്ടി പ്രവർത്തനം, പിന്നെ മറ്റു കാര്യങ്ങളിൽ പൊതുകാര്യങ്ങളിൽ ഇടപെടണം. ഇത് രണ്ടും കൂട്ടി നന്നായി കൃത്യമായി ഇടപെട്ട് 100% കേരളത്തിൽ 100% സത്യസന്ധമായി ഒരു പച്ച പരമാർത്ഥം പോലെ, പച്ച വെളിച്ചം പോലെ ലീഗ് ഇങ്ങനെ കരന്നിക്കാണ്. ലീഗിന് എവിടെയും പേടിച്ചല്ല, ഒരു പേടിയും പേടിച്ചല്ല. ലീഗിന് 100% ഇത് പറയാൻ പറ്റും. ലീഗിൽ ഇപ്പൊ ഞാൻ ലീഗല്ലേ, ഞാൻ ഈ വെട്ടി തുറന്ന് കാര്യം പറഞ്ഞിരിക്കണ്. ഇതാരും കണ്ടുകൂടായിട്ടാണോ? ഒരു മൈക്ക് കിട്ടിയ രാജേഷിനെ അറിയില്ലേ? AP അനിൽകുമാർ ആണല്ലോ എൻ്റെ 1ാമത്തെ പ്രൊജക്ട് ചെയ്ത് പറയാം. പലരും ഇങ്ങോട്ട് പറഞ്ഞേ ഇത്രയൊക്കെ ഉണ്ടോ? അത്രയും അതിലപ്പുറം അയാളുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഗൗരവം കാണണം, വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാകണം രാഷ്ട്രീയം, അതാകണം MLA, അതാകണം വികസനം.